ഇപ്പം കൊച്ചിയുടെ അവസ്ഥ എന്താണ്? കൊച്ചിയിൽ ഇപ്പോഴും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ പഴയ സ്വാധീനം കൊച്ചിയിലുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ട്. ഒരു സ്വാധീനക്കുറവും വന്നിട്ടില്ല. ഇല്ല. ഇല്ല. കാരണം അത് ഞാൻ കളയാത്തെന്ന് പറഞ്ഞാൽ ഇവന്മാരെ എനിക്ക് കയറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. എത്ര കേസിൽ നിന്ന് പ്രതിയാണ് നിങ്ങൾ? ഇപ്പൊ എനിക്കൊരു 7 കേസ്. ഇത്രേ ഉള്ളൂ. ഈ 45-50 പലതും തീർന്നു പോയതായിരിക്കും. തീർന്നു പോയി. അത്ര ഉണ്ടായിട്ടുണ്ടാവും. 45 ഇല്ലായിരിക്കും. അതിന്റെ അടുത്തുള്ള ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. കാരണം നമ്മള് പലതും നമ്മൾ അറിയുന്നില്ല. ഒരു കേസിന് കയറുമ്പോഴാണ് ഇത്ര കേസുകൾ എന്റെ പേര് ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ അറിയണത്. ഇല്ലാത്ത കേസായിരിക്കും പലതും. പല കേസുകളും ഇല്ലാത്ത കേസുണ്ട്. ചിലപ്പോ ഒരു വഴി പോകുമ്പോ ആ വഴിയിലുള്ള പല കേസുകളും നമ്മുടെ കയ്യിലേക്ക് വന്നില്ലേ. തട്ടിക്കൊണ്ടു പോകല്, അതെ, കള്ളപ്പണ ഇടപാടുകൾ, അല്ലെ? ഇതെല്ലാം പണ്ട് കാലങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുഴൽപ്പണം അല്ലെങ്കിൽ സ്പിരിറ്റ് ഇതിനൊക്കെ സെക്യൂരിറ്റി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ ബാംഗ്ലൂരിലുള്ള സംഭവങ്ങളിൽ മൈസൂര്, തമിഴ്നാടൊക്കെ. നിങ്ങൾ തമിഴ്നാട്ടിൽ MLA തട്ടിക്കൊണ്ട് പോയത്? അതെ. അതും ശരിക്കും പറഞ്ഞാൽ അത് കേസാകേണ്ട വിഷയമൊന്നുമല്ല. കാരണം അവിടുത്തെ ഒരു MP ഉണ്ട്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അയാളുടെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവാണ് അയാൾ. ഇവര് കുടുംബ പ്രശ്നത്തിൽ ഒരു പൈസ ഇടപാട് വന്നു. അത് നമ്മളത് ഇയാളെ കൊണ്ടുവന്നിരുത്തി, അത് എടുത്തുകൊണ്ടിരുത്തി. കാരണം അയാൾ അവിടെ മസിൽ പിടിച്ചപ്പോൾ അയാൾ എടുത്തുകൊണ്ടിരുത്തി, ഈ സംഭവം തീർത്തു. അയാൾക്കും വിഷയമില്ല. പക്ഷെ അവിടെ നമുക്ക് ഈ MP തന്നത് മധുരയിലൊരു മെയിൻ ഒരു ഗ്യാങ്സ്റ്ററായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് തന്നു, ഇവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെ ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നായിരുന്നു പോലീസ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇവൻ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഇന്ന ആൾക്കാർ വന്നു, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അവൻ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. ഇത് അവിടെ നിന്ന് ഇയാളെ വിളിച്ചു വരുത്തി. ഇയാൾ പറഞ്ഞു എനിക്കിങ്ങനെ സംഭവമില്ല, അയാൾക്കും പരാതിയില്ല. ഇല്ല. അപ്പോൾ ഇത് പറഞ്ഞ് ഇത് കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ കേസ് എടുക്കുന്നത്. ശരി, അയാൾക്ക് പരാതി ഒന്നും ഇല്ല. ഇല്ല.